എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു സെലിബ്രേഷനും ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വിഷുവിൻ്റെ തലേദിവസത്തെ വീഡിയോയും അതുപോലെ കണി ഒരുക്കുന്നതിൻ്റെ വീഡിയോയും അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിഷുവൊക്കെ ആഘോഷിച്ചോ? വിഷു സദ്യയൊക്കെ കഴിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിഷു എന്താ പറയുക, നല്ല സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ വിഷു ദിന ആശംസകൾ കൂടി നേരുക കേട്ടോ. എനിക്കറിയാം കുറച്ച് ലേറ്റായി പോയെന്ന്, എന്നാലും ഇരിക്കട്ടെ ഒരു വിഷു. ഞങ്ങൾ ഈ പ്രാവശ്യം പടക്കമായിട്ടൊന്നും വാങ്ങിച്ചില്ല. ഈ പറഞ്ഞ പോലെ കമ്പിത്തിരി, അങ്ങനെയുള്ള മേശപ്പൂ, തലചക്രം, പിന്നെന്തോ ചിക്ക് ബുക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. കാരണം കുട്ടികളുള്ളതുകൊണ്ട് അവർക്ക് പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ നടക്കുന്നതുകൊണ്ട് ഞാനധികം കമ്പിത്തിരി ഒന്നും കത്തിച്ചില്ല കേട്ടോ. 1-2 കമ്പിത്തിരി മാത്രമേ ഞാനും കത്തിച്ചുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളാണല്ലോ ആഘോഷിക്കേണ്ടത്. അവർ നന്നായി ആഘോഷിച്ചു. അവർക്ക് ഭയങ്കര എന്താ പറയുക, അടിപൊളിയായിട്ട് കമ്പിത്തിരി കത്തിച്ചും മേശപ്പ് കത്തിച്ചും തലച്ചക്രം കത്തിച്ചും. എൻ്റെയൊക്കെ ചെറുതിൽ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് പ്രായത്തിന് ശേഷമൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ ഇങ്ങനെ പടക്കം പൊട്ടിക്കാനും. ഞാൻ പടക്കമൊക്കെ പൊട്ടിക്കുമായിരുന്നു കേട്ടോ. അതിനൊന്നും എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. പടക്കമൊക്കെ ഞാൻ അടിപൊളിയായിട്ട് പൊട്ടിക്കുമായിരുന്നു. ഈ തലച്ചക്കരം ഉണ്ടല്ലോ, കത്തിച്ചിട്ട് കറങ്ങിയില്ല. നമ്മുടെ അവിടെ അത്രയും സോഫ്റ്റ് സർഫസ് അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് കറങ്ങിയില്ല. ചെറുതായിട്ടേ കറങ്ങിയുള്ളൂ. അതിപ്പോഴും ബാലൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ എന്താ പറയുക, പിന്നെന്താ വാങ്ങിച്ചത്? ഇതൊക്കെ തന്നെ, ഇത്രയൊക്കെ തന്നെ വാങ്ങിച്ചോളൂ. ഇത് അവളുടെ ഇവിടുത്തെ കൂട്ടുകാരിയാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ആൾക്കൊരു പുതിയ കൂട്ടുകാരിയൊക്കെ ഉണ്ട്. കൂട്ടുകാരിയുടെ വിളിച്ചുകൊണ്ട് വന്ന് പടക്കമൊക്കെ കമ്പിത്തിരിയൊക്കെ കത്തിക്കുകയാണ്. അമ്മൂമ്മ ക്ഷീണിച്ച അവശതയായിട്ട് ഒരു മൂലയ്ക്ക് ഇരിപ്പായി കമ്പിത്തിരി കത്തിച്ചിട്ട്. അത് കഴിഞ്ഞ് അവർ അത്ര നേരം നോക്കി നിൽക്കുമായിരുന്നു. പിന്നെയാണ് പതുക്കെ ധൈര്യമൊക്കെ ആയത് കമ്പിത്തിരി കത്തിക്കാനായിട്ട്. അങ്ങനെ കമ്പിത്തിരി കത്തിച്ച് കുഞ്ഞാവൻ ഭാഗത്തുമായിരുന്നു കമ്പിത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ടും മേശപ്പ് കത്തിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ആക്രാന്തത്തിൽ നടന്നിരുന്ന ആൾക്കാർ. എന്നിട്ട് കുഞ്ഞാവയാണ് ഈ ചിന്നൻ്റെ കമ്പിത്തിരി കത്തിക്കാനുള്ള പേടിയൊക്കെ മാറ്റിയത്. ഇപ്രാവശ്യം വിഷു ആഘോഷത്തിന് പൊന്നുണ്ണിക്കും ഇതുപോലെ ഇതൊക്കെ കത്തിക്കാൻ ഭയങ്കര താല്പര്യമാണ്. പൊന്നുണ്ണി പ്രാവശ്യം 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവർ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കൂടി മണാലി പോയേക്കാണ്. അതുകൊണ്ടാണ് പൊന്നുണ്ണി വീഡിയോയിലില്ലാത്തത്. അത് കഴിഞ്ഞ് അതാ ചേച്ചിയാണ് രണ്ടുപേരെയും കൂടി കമ്പിത്തിരി കത്തിപ്പിക്കുന്നത്. ചേച്ചിയും ക്ഷീണിച്ചിരിപ്പായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് മാത്രം, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടണും കൂടി ഞെക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പാവം ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് നിന്ന് കമ്പിത്തിരി കത്തിക്കുന്ന ആരുമില്ല കൂട്ടിന്. എന്താ ചെയ്യുക? ഞാൻ കുറേ നേരം അങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ പാത്തുവാണ് വല്യമ്മ കത്തിക്ക്, വല്യമ്മ ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് പാത്ത് വീഡിയോ എടുത്ത് തന്നാണത്. അത് കഴിഞ്ഞ് അത്രയൊക്കെ ഉള്ളു ഈ പടക്കം പൊട്ടിക്കലിൻ്റെ വീഡിയോ. പിന്നെ ഞങ്ങൾ കണി ഒരുക്കലായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൽ പറഞ്ഞ പ്രകാരമാണ് കേട്ടോ മഞ്ഞപ്പട്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് കണി ഒരുക്കിയത്. ഇപ്രാവശ്യം പാത്തുവാണ്. പാത്തു നല്ല ഭംഗിയിൽ കണി ഒരുക്കിയായിരുന്നു. പക്ഷെ നമുക്ക് പൂമാല കിട്ടിയില്ല കേട്ടോ കൃഷ്ണനിടാനായിട്ട്. ഇവിടെ തുളസിയൊന്നും കണ്ടില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ തുളസിമാലെങ്കിലും ഇടായിരുന്നു. ഇവിടെ തൊട്ട് പൂക്കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മൾ ഇവിടെ ചാലക്കുടി മൊത്തം തിരിഞ്ഞ് നടന്നിട്ടും ഒറ്റൊരു പൂക്കട പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കൃഷ്ണന് പൂമാല ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഉള്ള മാല വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഇട്ടു. എന്താ പറയുക, ഈ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു മാലയായിരുന്നു അതുണ്ടായിരുന്നു. പിന്നെ ഒരു സ്വർണ്ണമാല ഇട്ട് കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു പ്രാവശ്യം കണി ഒരുക്കിയത് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് രാവിലെ അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഞങ്ങളൊക്കെ വിളിച്ചതിന് ശേഷം കണിയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടത്. എന്ത് ഭംഗി കാണാനായിട്ട് ആ വെളിച്ചത്തിൽ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ കണ്ണനെ കാണാൻ എന്താ രസം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ചിലപ്പോൾ കണി ഒരുക്കിയതിൻ്റെ ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പ്രാവശ്യത്തും പോലെ ഫോട്ടോ സെഷൻ. അത് പിന്നെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോയി. ഇത് വലിയച്ചും കുഞ്ഞേച്ചും ചിന്നു ചേച്ചിയും കൂടിയിട്ടുള്ള ഫോട്ടോ സെക്ഷനാണ്. ചേച്ചിമാരെ നിൽക്കുന്നു, ഇരിക്കുന്നു, എന്തൊക്കെയാ
കുറേ നേരം എഴുന്നേറ്റ് നിൽക്കാൻ നോക്കിയിട്ട് പാവടയിൽ ചവിട്ടിയിട്ട് ആൾക്ക് എണീറ്റിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. ഞാൻ ഫോട്ടോഗ്രാഫർ വേറെ എല്ലാവരും വരല്ലോ കേട്ടോ, കുട്ടിയും തന്നെയാണ് ഫോട്ടോഗ്രാഫർ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് ഞങ്ങൾ വിഷുസദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. പിന്നെ ബാക്കി വീഡിയോ നിങ്ങൾ ഓൺ വോയിസിൽ അല്ലാതെ തന്നെ വോയിസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ കണ്ടോളൂ കേട്ടോ. അമ്മയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത ഫുഡ് കഴിക്കുമ്പോൾ അറുപതാമത്തെ വയസ്സല്ലേ? വയസ്സ് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? പാത്തുനെന്താ അമ്മൂമ്മനെ കുറിച്ച് പറയാനുള്ളത്? നിനക്ക് അമ്മനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചിന്നു, അമ്മൂമ്മനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അമ്മൂമ്മ സൂപ്പറാണ്. ആണോ? ആണോ? അരുണേണ്ണ എന്താ അമ്മായിമ്മയെ കുറിച്ച് പറയാനുള്ളതാ? Happy birthday to you. Happy birthday to you. Happy birthday. അമ്മൂമ്മ അമ്മ കൊടുത്തു. ഞാൻ കഴിയില്ല. ഇച്ചിരി ഇച്ചിരി കൊടുത്താണ്, ഷുഗറാ. അകത്തെ ബ്രെഡ് മാത്രം എന്താല്ലേ കുഞ്ഞാവേ ഇങ്ങോട്ടും തിരിഞ്ഞേ? കലാശക്കൊട്ടാണോ? കലാശക്കൊട്ട്, വിഷുവിന്റെ കലാശക്കൊട്ടല്ലേ? പീസൊക്കെ ഉണ്ടോ കുഞ്ഞാവേ? ചിന്നു കത്തിക്കുന്നില്ല? ചിന്നു അത് എന്താണ് ഇത്ര പേടി? നല്ല പുകയുണ്ട്. അപ്പൊ നിങ്ങള് ഇനി കത്തിക്കേട്ടാ. അപ്പൊ നമുക്ക് ഒരു വൈൻഡപ്പ് പറഞ്ഞാലോ? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വിഷു സെലിബ്രേഷൻ, വിഷുവിൻ്റെ തലേദിവസത്തെ വീഡിയോ, വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ, അതുപോലെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ. ടാറ്റാ പറയച്ചു.